റമദാൻ അവസാന ദിനങ്ങളിലേക്ക് കടന്നതോടെ രാത്രികൾ ആരാധനാ കർമ്മങ്ങളാൽ സജീവമാവുകയാണ്. ഹറം പള്ളികൾ ഉൾപ്പെടെ സൗദിയിലെ എല്ലാ പള്ളികളിലും അർദ്ധരാത്രിയിലെ പ്രത്യേക നമസ്കാരം തുടങ്ങി. ദുരിതമനുഭവിക്കുന്ന പലസ്തീൻ ജനതയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് പല പള്ളികളിലും ഉയർന്നത്. اللهم انصرهم في فلسطين اللهم إنهم حفاة فاحملهم وجياع فأطعمهم وعراة فاكسهم ومظلومون فانصرهم. ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ വിശുദ്ധ റമദാനിൽ പലസ്തീൻ ജനതയ്ക്കു വേണ്ടി മനമുരുകി പ്രാർത്ഥിക്കുകയാണ് വിശ്വാസികൾ. മക്കയിലെ ഹറം പള്ളിയിൽ ഇമാം ഷേഖ് അബ്ദുറഹ്മാൻ സുദൈസ് നടത്തിയ പ്രാർത്ഥനയിൽ പങ്കെടുത്തത് ദശലക്ഷക്കണക്കിന് വിശ്വാസികളാണ്. റമദാൻ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനരാത്രങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദർ അഥവാ നിർണയത്തിന്റെ രാവ് പ്രതീക്ഷിക്കുന്നതിനാൽ ഇനിയുള്ള രാത്രികൾ വിശ്വാസികൾ ആരാധനാ കർമ്മങ്ങൾ കൊണ്ട് സജീവമാക്കും. സൗദിയിലെ പള്ളികളിൽ തറാവി നമസ്കാരത്തിന് പുറമെ അർദ്ധരാത്രി തഹജ്ജുദ് നമസ്കാരം ആരംഭിച്ചു. ഇരു ഹറം പള്ളികളിലും രാത്രി 12:30 നമസ്കാരം ആരംഭിക്കുക. പള്ളികളിൽ ഇമാമുമാരും മറ്റു ജീവനക്കാരും ജോലിയിൽ വീഴ്ച വരുത്തരുതെന്ന് മതകാര്യ മന്ത്രാലയം പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മക്കയിൽ ജുമുഅ പെരുന്നാൾ നമസ്കാരങ്ങൾ നിർവഹിക്കാൻ 167 പള്ളികൾക്ക് കൂടി അനുമതി നൽകി. ഇതോടെ ജുമുഅയും പെരുന്നാൾ നമസ്കാരവും ഉൾപ്പെടെയുള്ള പ്രാർത്ഥനകൾ നടക്കുന്ന പള്ളികളുടെ എണ്ണം മക്കയിൽ 849 ആയി. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ.